ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് തമ്മിൽ ഇത്ര അടുപ്പത്തിലായ സ്ഥിതിക്ക് എടോ, എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല. അതവളോട് പറഞ്ഞേരെ. അമ്മ ജയിലിലും ഏട്ടൻ ഈ അവസ്ഥയിലും ഞങ്ങളെല്ലാം ഇപ്പോ ആ വീട്ടിൽ മരിച്ചതുപോലെ ജീവിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞങ്ങൾ ഏട്ടനെ എങ്ങോട്ടും വിടത്തില്ല. നാളെ അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സച്ചിയേട്ടൻ അവിടെ ഉണ്ടാവണം. സച്ചി, അറിയാതെയാണെങ്കിലും നിനക്ക് വിഷം തന്നത് അമ്മയാണെന്നുള്ള കുറ്റബോധം കൊണ്ട് അമ്മ വല്ലാത്തൊരവസ്ഥയില. നീ സുരക്ഷിതമായി അവിടെ ഉണ്ടെന്ന് കാണുമ്പോ ആ അമ്മയുടെ നെഞ്ചിലെ തീയണയും. അതുകൊണ്ട് നീ എതിരൊന്നും പറയരുത്. അമ്മയുടെ സങ്കടം എനിക്ക് കാണാം. പക്ഷേ അനുവേട്ട, അർച്ചന ഇവിടെ എവിടെയോ ഉണ്ട്. അവളില്ലാതെ എനിക്ക് പറ്റില്ല. ആ, അതൊക്കെ സംഭവിച്ചു. പക്ഷേ നീ വീട്ടിൽ വന്ന് താമസിച്ചാലും അർച്ചനയെ കണ്ടുപിടിക്കാലോ. അത് മാത്രമല്ല, ഡോക്ടർ പറഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ, നല്ല റെസ്റ്റ് വേണം, കെയർ വേണം. വല്ല ഡ്രൈവർമാരുടെയും കൂടെ എവിടെയെങ്കിലും പോയി താമസിച്ചാൽ നിന്നെ ആരും നോക്കൂടാ. ചിലപ്പോൾ ഒരു അസുഖം വന്നാൽ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കാം. പക്ഷേ അതൊന്നും സ്വന്തം സഹോദരനെ നോക്കുന്ന പോലെ പറ്റില്ല. അനുവേട്ട, ഞാൻ സച്ചി, ഇക്കാര്യത്തിൽ ഇനിയൊരു ചർച്ചയില്ല. അമ്മയുടെ തീരുമാനം നീ അനുസരിച്ചേ പറ്റൂ. ആന്റി ജയിലിൽ നിന്ന് വരുമ്പോ ഏട്ടൻ ആ പൂമുഖത്ത് തന്നെ ഉണ്ടാവണം. ഇനിയെങ്കിലും ഞങ്ങളെ തനിച്ചാക്കി എങ്ങോട്ടും പോവല്ലേ ഏട്ടാ. മോളെ, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇനി എന്ത് മനസ്സിലാക്കാൻ? മോളെ, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഇവന് മനസ്സാവുന്നില്ലെങ്കിൽ ഇനി എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോട്ടെ. അനുവേട്ട, നമ്മളാരും ഇവന്റെ ആരും അല്ലല്ലോ. കുറച്ച് ഡ്രൈവർമാരല്ലേ അവന് വലുത്. എടാ, 2 ദിവസമായി നിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. അതിന്റെ നീറ്റലും പിടച്ചിലും ഇപ്പോഴെല്ലാവരുടെ നെഞ്ചിലുണ്ട്. അതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പൊയ്ക്കോ. എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അർച്ചനയില്ലാതെ ഞാൻ എങ്ങോട്ടും വരില്ല. ഇനി ഞാനൊന്നും പറയുന്നില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യ്. അനുവേട്ട, അനുവേട്ട, എന്താ ഏട്ടാ ഇത്? മോളെ, എന്നെ നിർബന്ധിക്കല്ലേ. അർച്ചനയില്ലാതെ ഞാൻ അവിടെ കയറി വരുന്നതിനേക്കാളും നല്ലത് ഇവിടെ കിടന്ന് മരിക്കുന്നതാ. എനിക്കൊരു പാട്ട് പാടിത്തരൂ. ഞാൻ ഇറങ്ങണ്ടേ? ഗൂഗിൾ,
ഒരു മിനിറ്റ്. എന്താ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ, തനിക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? എന്റെ കാര്യമല്ല, പിന്നെ ശിശിരീച്ചയുടെ കാര്യ. ചേച്ചിയുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തേ പറ്റൂ. ചേച്ചിക്ക് രാജീവിനെ ഇഷ്ടം, രാജീവിനെ ചേച്ചിയെ ഇഷ്ടം. എടോ, അത് താൻ വിചാരിക്കുന്നത് അത്ര ഈസി അല്ല. എന്താ ഇതിൽ ഇത്ര കോംപ്ലിക്കേഷൻ? ചേച്ചിക്കൊരു നല്ല ജീവിതം ഉണ്ടാവണ്ടേ? പക്ഷെ രാജീവിന്റെ കാര്യത്തിൽ എനിക്ക് ആ വിശ്വാസം ഇല്ല. അയാളത്ര നല്ല മനുഷ്യനൊന്നുമല്ല. ശിശിരീച്ച അത് കാര്യാക്കുന്നില്ലല്ലോ. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ ശിശിരീച്ചി അയാളെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ച മട്ട. നടത്തി കൊടുത്തില്ലെങ്കിൽ നാളെ എല്ലാവരും നമ്മളെ കുറ്റം പറയില്ലേ? എല്ലാത്തിനും ഒരു തീരുമാനം വേണ്ടേ? എടോ, ഈ വിഷയം ഞാൻ ഇപ്പോ തീരുമാനിച്ചൊന്നുമല്ല, പണ്ടേ തീരുമാനിച്ച കാര്യമാ. രാജീവിനെ കൊണ്ട് ശിശിരെ വിവാഹം കഴിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അവൾക്കൊരു പുനർവിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബന്ധം ആലോചിക്കാവുന്നതല്ലേ? മോനെ, ആ ബന്ധം അവൾക്ക് ഇഷ്ടമല്ലെങ്കിലോ? അവൾക്ക് താല്പര്യമുള്ളത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. എന്റെ അമ്മേ, അറിഞ്ഞുകൊണ്ടൊരു അപകടത്തിലേക്ക് അവളെ തള്ളിയോടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. വിശ്വസിക്കാവുന്ന ഒരാളുടെ കയ്യിൽ അവളെ പിടിച്ച് ഏൽപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഒരിക്കൽ അവളുടെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി, അത് ഇനി ആവർത്തിക്കാൻ പാടില്ല. എടോ, ശിശിരയ്ക്ക് ഒരു നല്ല പാർട്ണർ ആവാൻ അയാൾക്കൊരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയില്ല. ഗോകുൽ, മോനെ, അവൾക്കത് മതിയെന്ന് നിർബന്ധം പിടിച്ചാ നമ്മൾ എന്ത് ചെയ്യും? അത് നടത്തി കൊടുത്താ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അമ്മേ, നമ്മുടെ സമാധാനത്തിന് വേണ്ടി ആവരുത് അവളുടെ കല്യാണം നടത്തുന്നത്. പക്ഷേ അവര് തമ്മിൽ ഇത്ര അടുപ്പത്തിലായ സ്ഥിതിക്ക് എടോ, എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല. അതവളോട് പറഞ്ഞേരെ. അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ ഞാൻ കേട്ടു. ഇതൊക്കെ നീ ഗോകുലിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാന്ന് എനിക്ക് മനസ്സിലായി. ഞാനോ? ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ടാ സംസാരിച്ചേ. ആ, കേട്ടാൽ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതിന്റെ ഉള്ളിലെ വിഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്.